നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂർ ടൗണിന് സമീപം ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. നിലമ്പൂർ ജില്ലാ ആശുപത്രി കുന്നിലാണ് കാട്ടാന ഇറങ്ങിയത്. രാത്രി 12 മണിയോടെയാണ് കാട്ടാന ജനവാസ മേഖലയിൽ എത്തിയത്. വണ്ടൂരിൽ വയോധികയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി സ്വർണമാല കവർന്ന പ്രതി പിടിയിൽ. വാണിയമ്പലം പൂത്രക്കോവ് സ്വദേശി രതീഷിനെയാണ് വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. $50 കടന്ന് നേന്ത്രക്കായ വില. തമിഴ്നാട്ടിൽ നിന്നുള്ള വരവ് കുറഞ്ഞത് തിരിച്ചടിയായി. ചില്ലറ വിപണിയിൽ വില വീണ്ടും ഉയരും. മമ്പാട് സെക്ഷൻ പരിധിയിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരമാകുന്നു. പുതുതായി കമ്മീഷൻ ചെയ്ത 110 kV തിരുവാലി സബ്സ്റ്റേഷനിൽ നിന്നും മമ്പാട് സെക്ഷനിലേക്ക് പുതിയ 11 kV ഫീഡർ വിജയകരമായി ചാർജ് ചെയ്തു. പാണ്ടിക്കാട് വ്യാപാരിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ 12 വർഷമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന ഒന്നാം പ്രതി പശ്ചിമബംഗാൾ സ്വദേശി വിജയ് റാണ പെരിന്തൽമണ്ണ കോടതിയിൽ കീഴടങ്ങി. വാർത്തകൾ വിശദമായി. നിലമ്പൂർ ടൗണിന് സമീപം ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. നിലമ്പൂർ ജില്ലാ ആശുപത്രി കുന്നിലാണ് കാട്ടാന എത്തിയത്. രാത്രി 12 മണിയോടെയാണ് കാട്ടാന ജനവാസ മേഖലയിൽ എത്തിയത്. വെടിവെക്കാണ്. താഴ്ത്തിങ്ങനെ വരുന്നുണ്ട്. നമ്മളെ വഴിക്ക് ചാലിയാർ പുഴയുടെ തീരത്ത് നിന്നുമാണ് ആന ടൗൺ ഭാഗത്തേക്ക് പ്രവേശിച്ചത്. ഒരു വീടിന്റെ ഗേറ്റ് തുറന്ന് അകത്ത് കയറിയ ആന അവിടെ ഉണ്ടായിരുന്ന പ്ലാവിൽ നിന്നും ചക്കയിട്ട് തിന്നു. പ്രദേശത്തെ മതിലുകളും വീടിന്റെ ഗേറ്റുകളും തകർത്ത് കാട്ടാനകൾ ഭീതി പരത്തുന്നത് തുടരുകയാണ്. ഇന്നലെ രാത്രി സിനിമ കണ്ട് തിരിച്ചു വരുമ്പോ ഇവിടെ റോട്ടില് വീട്ടിലേക്ക് തിരിഞ്ഞപ്പോ ഫ്രണ്ടില് ആനേനെ കണ്ടു. ക്യാമ്പ് റോട്ടില് ഈ നമ്മളെ ഇറക്കത്തില്. അപ്പോ ആനേനെ കണ്ടതോടെ ഞാന് വണ്ടി റിവേഴ്സ് എടുത്ത് പോയി നേരെ പോലീസ് ക്യാമ്പിൽ പോയി. അവിടെ വെയിറ്റ് ചെയ്തു. അച്ഛനമ്മേനെ വിളിച്ച് പറഞ്ഞു. അവര് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ച് പറഞ്ഞിട്ട് ഫോറസ്റ്റിൽ വിളിച്ച് പറഞ്ഞിട്ട് പിന്നെ അവര് വന്ന് ഡീൽ ചെയ്തു ആനേന്റെ കാര്യം. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ഭാഗത്തേക്ക് ആന വരുന്നത്. ഇപ്പം നമ്മൾക്കിപ്പോൾ ഇതിനകത്തുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ മെയിൻ റോഡ് ഇറങ്ങിയിട്ട് ബസ് ഇറങ്ങിയിട്ടും ആന ഇറങ്ങിയിട്ടും 1-2 മിനിറ്റ് മതി. ഏതാണ്ട് 10-15 വീടുകളുണ്ട് ഈ പരിസരത്ത്. അപ്പോൾ ആ വീട് പരിസരത്ത് ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ രാത്രി ഏത് സമയത്തും വാഹനം ഇറങ്ങിയിട്ട് നടന്നു വരികയുണ്ടാവുക. അപ്പോൾ അതിനകത്ത് നടന്നു വരുന്ന സമയത്ത് ഇതുപോലെ ഈ ആനയുടെ ശല്യങ്ങൾ ഇപ്പോൾ നിരന്തരമായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഈ സംഭവത്തോട് കൂടിയിട്ട് ഫെൻസിങ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ ഫെൻസിങ് ശ്രദ്ധിക്കാനും ഫെൻസിങ് ഫലവത്തമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഫോറസ്റ്റ് അധികാരികളും അതുപോലെ തന്നെ നമ്മൾ മുനിസിപ്പാലിറ്റിയൊക്കെ ഗൗരവമായിട്ടൊന്നും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ മാത്രമല്ല പല മേഖലയിലും ആന വരുന്ന ശല്യങ്ങളും മറ്റൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണെങ്കിലും ഈ ജനവാസ കേന്ദ്രങ്ങളിൽ ഈ ആന കയറി ഇറങ്ങുന്നത് ഈ രാത്രി സമയങ്ങളിലൊക്കെ ഉള്ളതും. ഇപ്പം ഇവനേനിപ്പോൾ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ സിനിമ കാണാൻ പോയതാണ്. സിനിമ കാണാൻ പോയി വരുമ്പോൾ കൂട്ടുകാരൊന്നിച്ച് സിനിമ കാണാൻ പോയി. അവരെ ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ പൊതുവെ ഇവരൊന്നും ഇവിടെ ഉണ്ടാവില്ല. പഠിക്കാൻ വേണ്ടി വേറെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് പിന്നെ ഇപ്പം അവധി കാരണത്താൽ നാട്ടിൽ വന്ന് വീട്ടിൽ തങ്ങി നിൽക്കുന്നൊരു അവസ്ഥയാണ് ഉണ്ടായത്. ഭാഗ്യത്തിന് അവൻ കണ്ടതുകൊണ്ടാണ് മറ്റുള്ള ആക്രമണങ്ങളൊക്കെ ഒഴിവായത്.
വിവരം പറഞ്ഞ് വനംവകുപ്പിന്റെ RRT സംഘം സ്ഥലത്തെത്തി. തുടർന്ന് പുലർച്ചെ 1 മണിയോടെ പടക്കം പൊട്ടിച്ചാണ് ആനയെ സമീപത്തെ വനമേഖലയിലേക്ക് തിരികെ ഓടിച്ചത്. നിലമ്പൂർ MSP ക്യാമ്പ്, ജില്ലാ ആശുപത്രി എന്നിവയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളിലാണ് കാട്ടാനയുടെ ശല്യം രൂക്ഷമായിരിക്കുന്നത്. വണ്ടൂരിൽ വയോധികയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി സ്വർണ്ണമാല കവർന്ന പ്രതി പിടിയിൽ. വാണിയമ്പലം പൂത്രക്കോവ് സ്വദേശി രതീഷിനെയാണ് വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. പോരൂർ പൂത്രക്കോവ് അങ്കപ്പോയിൽ ചെങ്ങിലേരി നാരായണൻ നമ്പൂതിരിയുടെ ഭാര്യ ഭദ്ര അന്തർജനത്തിന്റെ 1 പവൻ തൂക്കം വരുന്ന സ്വർണ്ണ താലിമാലയാണ് പ്രതി കവർന്നത്. മാല മോഷ്ടിച്ച ശേഷം കടന്നുകളഞ്ഞ പ്രതിയെ വണ്ടൂർ പോലീസ് പിന്നീട് പിടികൂടുകയായിരുന്നു. വണ്ടൂരിൽ ഒരു ജ്വല്ലറിയിൽ മാല വിറ്റ് പണവുമായി മടങ്ങുന്നതിന്റെ ഇടയിലാണ് രതീഷ് പോലീസിന്റെ പിടിയിലായത്. സ്പെഷ്യൽ ബ്രാഞ്ച് ASI M വിനയദാസ്, CPO P നിസാമുദ്ദീൻ, പ്രത്യേക അന്വേഷണ സംഘത്തിലെ SCPO P സജീഷ്, CK സജീഷ്, M കൃഷ്ണദാസ് എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. 50 കടന്ന് നേന്ത്രക്കായ വില. തമിഴ്നാട്ടിൽ നിന്നുള്ള വരവ് കുറഞ്ഞത് തിരിച്ചടിയായി. ചില്ലറ വിപണിയിൽ വില വീണ്ടും ഉയരും. അടുക്കളകളിൽ ഒഴിച്ചുകൂടാനാകാത്ത നേന്ത്രക്കായയുടെ വില കുതിച്ചുയരുന്നു. മൊത്ത വ്യാപാര വിപണിയിൽ തന്നെ നേന്ത്രക്കായ വില കിലോയ്ക്ക് 50 രൂപ കടന്നു. ചില്ലറ വിപണിയിൽ എത്തുമ്പോൾ വില ഇതിലും വളരെ കൂടുതലാണ്. വില കൂടിയെങ്കിലും ആവശ്യത്തിന് നല്ല നേന്ത്രപ്പഴം കിട്ടാനില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ. തമിഴ്നാട് സത്യമംഗലത്ത് നിന്നുള്ള കായവരവ് കുറഞ്ഞതാണ് ഇപ്പോഴത്തെ വിലക്കയറ്റത്തിന് കാരണം. അവിടെ സീസൺ ഏതാണ്ട് അവസാനിച്ചു. ഇതിനിടെയുണ്ടായ കനത്ത കാറ്റിൽ വിളനാശവും സംഭവിച്ചതായി വ്യാപാരികൾ പറയുന്നു. ഇടത്തരം കായയാണ് ഇപ്പോൾ മാർക്കറ്റിലെത്തുന്നത്. അവിടെ പുതിയ സീസണിലെ വിളവെടുപ്പിന് 1 മാസത്തോളമാകും. സംസ്ഥാനത്ത് വയനാടൻ കായ വിളവെടുപ്പിന് പാകമായിട്ടുണ്ടെങ്കിലും വിപണിയിലേക്ക് കാര്യമായി എത്തി തുടങ്ങിയിട്ടില്ല. സമീപ ജില്ലകളിലാണ് ഇപ്പോഴത്തെ വിൽപ്പന. തമിഴ്നാട്ടിൽ നിന്നുള്ള നേന്ത്രക്കായ വരവ് സാധാരണ തോതിലാകുന്നതുവരെ കൂടിയ വില തുടരുവാനാണ് സാധ്യത. പാലക്കാടൻ നേന്ത്രപ്പഴത്തിന് ആവശ്യക്കാരേറെയാണെങ്കിലും കിട്ടാനില്ല. മമ്പാട് സെക്ഷൻ പരിധിയിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരമാകുന്നു. പുതുതായി കമ്മീഷൻ ചെയ്ത 110 kV തിരുവാലി സബ്സ്റ്റേഷനിൽ നിന്നും മമ്പാട് സെക്ഷനിലേക്ക് പുതിയ 11 kV ഫീഡർ വിജയകരമായി ചാർജ് ചെയ്തു. മേപ്പാടം ഫീഡർ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. തിരുവാലി സബ്സ്റ്റേഷനിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്ററോളം ദൂരം ഭൂഗർഭ കേബിൾ വഴിയാണ് 11 kV ലൈൻ മമ്പാട് സെക്ഷൻ പരിധിയിലുള്ള ബോർഡർ ABയിൽ എത്തിച്ചിരിക്കുന്നത്. ഇതുവരെ മമ്പാട് സെക്ഷൻ പരിധിയിലെ ഉപഭോക്താക്കൾ പ്രധാനമായും എടവണ്ണ, നിലമ്പൂർ സബ്സ്റ്റേഷനുകളിൽ നിന്നുള്ള 11 kV ഫീഡറുകളെയായിരുന്നു ആശ്രയിച്ചിരുന്നത്. എന്നാൽ എടവണ്ണ സബ്സ്റ്റേഷനിലേക്ക് എത്തുന്ന 33 kV ലൈനുകളിൽ നിരന്തരമായി കവുങ്ങുകളും മരങ്ങളും വീണ് വൈദ്യുതി മുടങ്ങുന്നത് ഈ മേഖലയിൽ പതിവ് സംഭവമായിരുന്നു. പുതിയ മേപ്പാടം ഫീഡർ യാഥാർത്ഥ്യമായതോടെ ഇത്തരം തടസ്സങ്ങളിൽ നിന്നും മമ്പാട് സെക്ഷൻ പരിധിയിലെ ഉപഭോക്താക്കൾക്ക് വലിയ രീതിയിലുള്ള ആശ്വാസം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാണ്ടിക്കാട് വ്യാപാരിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ 12 വർഷമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന 1ാം പ്രതി പശ്ചിമബംഗാൾ സ്വദേശി ബിജയ് റാണ പെരിന്തൽമണ്ണ കോടതിയിൽ കീഴടങ്ങി. കേസിലെ 2ാം പ്രതിയും ബിജോയുടെ സഹോദരനുമായ സഞ്ജയ് റാണയെ പ്രത്യേക അന്വേഷണ സംഘം 2 ആഴ്ച മുൻപ് ഒഡീഷയിൽ നിന്നും പിടികൂടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് 1ാം പ്രതിയുടെ കീഴടങ്ങൽ. 2013 പാണ്ടിക്കാട്ടെ വ്യാപാരിയായ പെരുത്തു മുഹമ്മദിനെ കൊലപ്പെടുത്തിയ കേസ് ഇരുവരും അന്ന് പോലീസ് പിടിയിലായിരുന്നു. എന്നാൽ 2014 ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതികൾ വ്യാജരേഖകൾ ചമച്ച് ഒളിവിൽ കഴിയുകയായിരുന്നു. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. മമ്പാട് വില്ലേജ് പരിധിയിൽ ഭൂമി കൈവശം വെക്കുന്നവർക്ക് അവരുടെ കൈവശ ഭൂമിയിൽ നിന്ന് റീസർവേ ബ്ലോക്ക് നമ്പറുകൾ സ്മാർട്ട് ഫോണിലൂടെ പരിശോധിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഓൺലൈൻ മാപ്പ് മമ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന കഞ്ഞിരാല ഉദ്ഘാടനം ചെയ്തു. മമ്പാട് വില്ലേജ് ഓഫീസർ ബിജു BCയുടെ നേതൃത്വത്തിൽ റിട്ടയർഡ് റവന്യൂ ഉദ്യോഗസ്ഥൻ മുരളീധരൻ വില്ലേജ് മാപ്പ് തയ്യാറാക്കി. യോഗത്തിൽ നിലമ്പൂർ താലൂക്ക് തഹസിൽദാർ വിനോദ് V, ഡെപ്യൂട്ടി തഹസിൽദാർ അരവിന്ദാക്ഷൻ, ബ്ലോക്ക് മെമ്പർ, പഞ്ചായത്ത് മെമ്പർമാർ, രാഷ്ട്രീയ പ്രവർത്തകർ, പഞ്ചായത്ത് ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. സെൻസസ് ടൗണായി പ്രഖ്യാപിച്ചിട്ടുള്ള മമ്പാട് പഞ്ചായത്തിലെ സെൻസസ് പ്രവർത്തനങ്ങളെ കുറിച്ച് തഹസിൽദാർ വിശദീകരിച്ചു. ഡെപ്യൂട്ടി തഹസിൽദാർ അരവിന്ദാക്ഷൻ പ്രകൃതിക്ഷോഭ മുന്നൊരുക്കത്തെക്കുറിച്ചും വിശദീകരിച്ചു. കേരള NGO യൂണിയൻ നിലമ്പൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിലമ്പൂർ വില്ലേജ് ഓഫീസ് പരിസരത്ത് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം നടത്തി. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം വില്ലേജ് ഓഫീസർ പ്രീതി നിർവഹിച്ചു. NGO യൂണിയൻ മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K വേദവ്യാസൻ, ഏരിയ സെക്രട്ടറി K അനീഷ്, പ്രസിഡന്റ് AK പ്രകാശ് തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. രാജീവ് ഗാന്ധിയുടെ 35ാമത് രക്തസാക്ഷിത്വ ദിനം വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് ചാക്കോ C മാമ്പ്ര ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപ്പാടം അധ്യക്ഷത വഹിച്ചു. അസീസ് പാറപ്പുറം, C രാമകൃഷ്ണൻ, PK രജീബ്, ബൈജു TN, P സുകുമാരൻ, P നടരാജൻ, KR ബാബു, അലവി കുരുക്കൾ, ജോഷി ജോൺ, VD രാജു, പൗലോസ് പെരുമായൻ എന്നിവർ സംസാരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.